സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇറ്റ്സ് ടുഡേ നമ്മുടെ ഒരു വിഷമമുള്ളൊരു ദിവസമാണ്. സോ പരിപാടി എന്തൊക്കെയാ വെച്ചെങ്കിൽ നമ്മൾ നമ്മുടെ ചെക്കനെ കൊടുക്കുകയാണ്. വിഷമമുണ്ട്. സോ അവനങ്ങനെ പൂവായി നമ്മുടെ കയ്യിൽ നിന്ന്. കുറേ കാലം നമ്മുടെ കയ്യിലുണ്ടാകുന്ന നമ്മുടെ ചെക്കനാണ്, നമ്മുടെ ഐഡൻറ്റിറ്റി ആയിരുന്നു. സോ ഒരു നിമിഷത്തിൽ അവനെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ആളുടെ വീട്ടിലോട്ടാണ് ഡെലിവറി ഉള്ളത് വണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഞാനിത് വേറൊരാളുടെ നിന്ന് മേടിച്ചതാണ്. സോ എന്നാൽ പോലും സ്വന്തം വണ്ടി പോലെ കൊണ്ടു നടന്നിരുന്നതാണ് ഞാൻ. അതായത് അത്രയും അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു ഞാനും ഈ ഒരു ബസ്സും തമ്മിൽ. അപ്പോൾ ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിലൊരു വിഷമമൊക്കെ ഉണ്ട്. സീരിയസ്ലി ഹാർട്ട് ടച്ചിങ് ആണ് ഇതൊക്കെ. സോ നമ്മൾ അത്രയും കാലം ഒരു വണ്ടി കയ്യിൽ വെച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം കൊടുക്കുമ്പോഴൊരു വിഷമം അത് കൊടുത്തവർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. എന്തായാലും നല്ലതാവട്ടെ. എന്തായാലും കൊടുക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. സോ അങ്ങനെ സെയിലിനിട്ടിട്ടുണ്ടായിരുന്നു. സെയിലായി. നമ്മുടെ RMC എന്നുള്ളൊരു പ്രൈം എന്ന് പറഞ്ഞ പേരുള്ള ഒരു മച്ചാനാണ് നമ്മുടെ വണ്ടി എടുത്തേക്കുന്നത്. സോ അവളുടെ വീടെത്തി. ഈ വളവ് കഴിഞ്ഞിട്ടാണ് ആ മച്ചാൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ വളവ് കഴിഞ്ഞിട്ടാണ് മച്ചാൻ്റെ വീട്ടിലുള്ളത്. അവിടെയാണ് ഡെലിവറി പറഞ്ഞിട്ടുള്ളത് നമുക്ക് വണ്ടിയുടെ. സോ അവിടെ ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ വണ്ടി കൊടുക്കുന്നതിൻ്റെയും പിന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. വഴിയെ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങളൊക്കെ. സോ അത്യാവശ്യം വലിയ വീട് തന്നെയാണല്ലേ. ഐ തിങ്ക് ഞാൻ ഈ വീട് കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വീട് കാണുന്നത്. സോ നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറി വെക്കാം. ഓക്കെ, അതാ കയറുന്നുണ്ട്. കുറച്ച് പാടുണ്ട്, അവിടെ അടി ഉരയുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് മച്ചാനായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ശരിയാക്കാനുണ്ട്. അങ്ങനെ സെയിലിട്ടപ്പോൾ കുറച്ച് നേരം ഐ തിങ്ക് ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ചെക്കൻ പോയി നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ബസ് കൊടുക്കാമെന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു റൂം ഇടാമെന്നുള്ള പറഞ്ഞപ്പോഴാണ് മച്ചാൻ പറഞ്ഞ്. അപ്പോഴാണ് ഒരു വീടുണ്ട്, അങ്ങനെ അവിടെ പോയിട്ട് നമുക്ക് വണ്ടി എന്തായാലും എക്സ്ചേഞ്ച് ചെയ്യാം, മേടിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ്. സോ അപ്പോൾ നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇതാണ് മച്ചാൻ്റെ വീട് വരുന്നത്. RMC പ്രൈം എന്നാണ് മച്ചാൻ്റെ പേര്. ഞാൻ വീടിൻ്റെ ഒരു വീഡിയോ എടുക്കാനല്ല വന്നത്. സോ എന്നാൽ പോലും അടിപൊളി വീടല്ലേ കാണാൻ. അതുപോലെ തന്നെ ആ ലെഫ്റ്റ് സൈഡിൽ പാർക്കിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഡ്രിങ്ക്സ് കുടിക്കാൻ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മച്ചാനോ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് അകത്ത് കയറിയിട്ട് ബാക്കി നമ്മുടെ ബിസിനസ്സിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. വിഷമമുണ്ട് ഈ ഒരു വീഡിയോ എടുക്കണതിൽ. കാരണം നമ്മളത്രയും കൊണ്ടു കിടന്ന ചെക്കനാണ്. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി സാധനം തന്നെയായിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ട് എന്തായാലും കാര്യമില്ല, പോട്ടെ. അവനെന്തായാലും നേരം പോലെ നോക്കിക്കോളും. അങ്ങനെ നമ്മൾ കിച്ചണിലോട്ടൊക്കെ പോയി. ഇതാ മച്ചാൻ ഫ്രിഡ്ജിൽ നിന്ന് അവിടെ നിന്ന് ജ്യൂസ് എടുക്കുന്നുണ്ട്. സോ നമുക്ക് അവിടെ പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ എവിടേക്കാണ് നോക്കിയിരിക്കാൻ, പക്ഷേ കറക്റ്റ് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ചെടിയുമൊക്കെ ഇരുന്നായിരുന്നു പോയിട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഒരു സൈഡിൽ ജസ്റ്റ് ഒരു മീറ്റിംഗ് പോലെ സോഫയൊക്കെ ഇരിക്കാനുണ്ട്. സോ നമ്മൾ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് നമ്മുടെ അച്ഛനടുത്ത് വന്നിരുന്ന് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ ക്യാഷ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മച്ചാൻ. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്, ആണ്. സോ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ നമ്മുടെ വണ്ടി മച്ചാന് കൊടുക്കാൻ പോവാണ്. സോ ഫൈനലി ലാസ്റ്റായിട്ട് നമ്മുടെ ചെക്കൻ നമ്മുടെ ഈ ഒരു ടൈമിനും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവസാനമായിട്ടൊരു നോട്ടം കൂടി നോക്കിയിട്ട് പോവാം. അപ്പോൾ അതാ നമ്മുടെ ചെക്കൻ ഒരു മുതൽ തന്നെയായിരുന്നു അല്ലേ. അസൻസിയോ എന്ന് പറഞ്ഞ ഒരു മുതൽ തന്നെയായിരുന്നു റിഗലിൻ്റെ. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ എന്തായാലും ബോർഡും നെയിമൊക്കെ മാറണം. ഞാൻ പിന്നെ എന്താ മാറ്റാമെന്ന് വെച്ചെങ്കിൽ ഈ സാധനം നമ്മുടെ റിഗലിക്ക് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റിയില്ല. അങ്ങനെ ഹാൻഡ് ഷേക്കൊക്കെ ചെയ്ത് ഹാൻഡ് സൈനിങ് ഓഫൊക്കെ ചെയ്ത് ഞാൻ അവിടുന്ന് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനായി. അവസാനമായിട്ട് ചെക്കനെ നോക്കി ലവൂട്ടൊക്കെ കൊടുത്ത് മച്ചാൻ്റെ അടുത്ത് പറഞ്ഞു, മച്ചാനെ നേരം പോലെ നോക്കണം, ഞാൻ പൊന്നു പോലെ നോക്കിയിരുന്ന വണ്ടിയാണ്, വേറെ ആർക്കും സെയിലൊന്നും ചെയ്യരുത്, ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ സെയിൽ ചെയ്യാനെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മച്ചാൻ അവിടെ പോയിട്ട് നമ്മുടെ ചെക്കനെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മുടെ ചെക്കനെ നമ്മളടുത്ത് പോയി ഒന്ന് അവസാനം ഒരു നോട്ടമൊക്കെ നോക്കി. അങ്ങനെ നമ്മളവിടുന്ന് പോവുകയാണ് നമ്മുടെ ചെക്കനെ അവിടെ ആക്കിയിട്ട്. ഒരു വിഷമമൊക്കെ ഉണ്ട്. എന്താ ചെയ്യുക, കൊടുത്തല്ലേ പറ്റൂ. ഒരാവശ്യം വരുമ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മളങ്ങനെ കൊടുത്തു. വിഷമത്തോടെ നമ്മൾ ആ പടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ തിരിഞ്ഞിട്ട് അവനങ്ങനെ നോക്കുക, അവസാനമായിട്ടുള്ളൊരു നോട്ടം. അപ്പോൾ ഗൈസ്, ഇനി മുതൽ നമ്മുടെ കയ്യിൽ എന്തായാലും നമ്മുടെ അസൻസി ഉണ്ടാവില്ല. നമ്മളവനെ വിട്ടുപിരിഞ്ഞു. അങ്ങനെ
സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്. ഇറ്റ്സ് മീ വ്രോങ്. സ്റ്റേ ട്യൂൺഡ് ഇൻ അനദർ വീഡിയോ. സീ യു അഗെയിൻ ഗൈസ്. ബൈ ബൈ.